എങ്ങോട്ട് പോയി? അവിടെ നോക്കാം. ചേട്ടാ, ഒരു കുട്ടി. ഇവിടത്തെ കുട്ടി ഞാനാ, ശിവൻകുട്ടി. അല്ല, ചെറിയൊരു കുട്ടി. അതെന്റെ മകനാ, രാമൻകുട്ടി. ഇത് രണ്ടുമല്ലാതെ വേറൊരു കുട്ടി. ഇനി ഒരു കുട്ടി വേണ്ടേ വേണ്ടെന്നാണ് എന്റെ ഭാര്യയുടെ തീരുമാനം. എന്റെ ചേട്ടാ, ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി. ഒന്ന് മെനക്കെടുത്താൽ പോടോ. സൂക്ഷിച്ചു പോടാ. ചാക്കിൽ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാ എന്തു പറയും? പിന്നാക്കാന്ന് പറഞ്ഞാ മതി. പിന്നാക്കോ? എടാ, നിന്റെ തലയിലെ കാര്യമല്ല, ചാക്കിലെ കാര്യമാ പറഞ്ഞത്. സ്ഥലം എത്തി. മിണ്ടാതെ. അയ്യടേ, നിന്നെയൊക്കെ കക്കാൻ പഠിപ്പിച്ച എന്നെ വേണം ഇവിടെ അടിക്കാൻ. 19 കടകൾ കുത്തി തുറന്നിട്ടും ഇനി നേരാവണ്ണ ഒന്നും പഠിച്ചില്ലെന്ന് വെച്ചാ പാസ്റ്റപ്പിയായി വേഗം ആവട്ടെ. ഇത് പഴമല്ല, കൂട്ടാണ്. ഒറ്റ ചവിട്ടടിച്ചാന്നോണ്ടല്ലോ പട്ടി ചവമേ. എന്താടാ കൊച്ചുവായിൽ വലിയ വർത്താനം പറയാൻ? ഇടിച്ച് നെഞ്ചാങ്കൂടി കളക്കി കളയും. കുഞ്ഞിരുന്ന് അറുക്കടാ. ഇതൊരു മരണം. രാവടാ, രാവ്. ആരടാകത്ത്? അയ്യോ, തോക്ക്. ഞാൻ പോലീസല്ല, കള്ളൻ. വലിക്കല്ലേ, പൊട്ടും. നീ ആരടാ? നിങ്ങളാരാ? ഞാൻ കള്ളൻ അല്ല, പോലീസ്. അതൊന്ന് തരുക. ഇത് കളിത്തോക്ക. ഇതാരോടും പറയണ്ടേ? അയ്യോ, ഇതേത് പുതിയ തൊണ്ടിയല്ലടി, മഹാതെണ്ടിയാ. അത് ശരി. അപ്പൊ മോഷണമാണ് നിങ്ങളുടെ പണി. ഇത് ഞാൻ പോലീസിനോട് പറയൂ. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോടറി. നിക്കുന്നത് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും ലോകൈക ചെറ്റിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനുമായി നിൽക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് നടക്കുന്നല്ലേ ഉള്ളു മക്കളെ. എന്റെ മുമ്പിൽ വെച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാന്യന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണല്ലോ. ഞാൻ പോലീസിനെ വിളിക്കും. മനസ്സമാധാനോട്ടൊന്ന് കക്കാന്ന് വിചാരിച്ച് അവിടെ പറിച്ചാൽ കുരിച്ചുകള്. അല്ല, മക്കൾ അങ്ങനെ ഇതിനകത്ത് കയറി? അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയ? ഞങ്ങൾ താഴെ അറുത്ത് കയറി. ഞാനേ താഴെ അറക്കാതാ കയറിയേ. ഇതാരിത്? ഇവൻ നമ്മളെക്കാൾ വലിയ കള്ളനാ. ഇവൻ നമുക്ക് നോക്കാം. ഇവനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. എന്താ നിങ്ങൾ ഈ കൊച്ചിനെ പിടിച്ച് ഗുരുവാക്കാൻ നോക്കും മനുഷ്യ? പിള്ളേരെ, ആ ചാക്കം കൊണ്ടിങ്ങി വരി. അതൊരു ആക്സിഡന്റ്. മാത്രം മതി. നോക്കുന്നുണ്ട്. നിങ്ങളും ചുമ്മാ നിൽക്കാതെ എടുത്തോ. ഇങ്ങോട്ടാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല.
പിള്ളേരെ വേഗം ആവട്ടെ, ഫാസ്റ്റ് അപ്പ് ചെയ്യ്. ആ അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ, വലിയ വർത്താനൊന്നും പറയണ്ട. ഓ ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. ആ, അതെന്താ? നമ്മൾ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്ത് വിചാരിക്കും? ചേട്ടാ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാണ്. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി ബുദ്ധി. ഓ, നിങ്ങക്കില്ലാത്ത സാധനം. എടി ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയാൽ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീയും ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. ശരി, മനുഷ്യ വെയില് മൂക്കുന്നു. ആ എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. കൊച്ചേ, ഇങ്ങോട്ട് എഴുതി വന്ന് ഇതിൽ വല്ലോ ഇട. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്ക് എടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ വാഴ പിടിക്കാണ്ട് അള്ളു വെക്കണം പോത്തെ. എടാ വണ്ടിയൊന്നും കാണാനില്ലോടാ. എടാ വണ്ടിക്കാരെ ക്യാൻവാസ് ചെയ്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ. കപ്പലണ്ടി